ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ താനോ തന്റെ ഓഫീസോ അന്വേഷണത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നും ചില കാര്യങ്ങളിൽ മറുപടിയില്ലാത്ത അവസ്ഥ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. SIT നല്ല നിലയിൽ അവരുടെ ചുമതല നിർവഹിക്കുന്നുണ്ട് എന്നും പരാതികൾ ഉയർന്നു വന്നിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചിത്രമെടുത്തിരുന്ന അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന്റെ പേര് ഉയർന്നു വന്നത് സോണിയയുമായുള്ള ചിത്രം പുറത്തു വന്നപ്പോഴാണ്. പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് സോണിയയുടെ ഓഫീസിലാണ്. ഒപ്പം ശബരിമലയിലെ സ്വർണം വാങ്ങിയ വ്യാപാരിയും ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ പോയതാണ് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. എങ്ങനെയാണ് മഹാ തട്ടിപ്പുകാർക്ക് സോണിയയുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്നും ആരാണ് ഇതിന് ഉത്തരവാദി എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ ഉടൻ SIT ചോദ്യം ചെയ്തേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആരായുകയാണ് ലക്ഷ്യം. സോണിയാഗാന്ധിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. നേരത്തെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ അടൂർ പ്രകാശ് നിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉണ്ടാക്കിയ പുതിയ പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നും SITയുടെ മുന്നിൽ പോകുന്നതിന് മുൻപ് അറിയിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആദ്യമായി കണ്ടത് എന്നാണ് അടൂർ പ്രകാശ് ഇന്നലെ പ്രതികരിച്ചത്. സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയിൽ അനുമതി തേടിയെന്നും ഒപ്പം വരാൻ പിന്നീട് തന്നോട് ആവശ്യപ്പെട്ടു എന്നുമാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. കാട്ടുകള്ളനൊപ്പമാണ് പോയതെന്ന് മനസ്സിലാക്കാനായില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT വീണ്ടും വിളിപ്പിക്കുമെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ടോ എന്നാകും SIT പരിശോധിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കടകംപള്ളിയെ വിളിപ്പിക്കുക എന്നാണ് വിവരം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോവുകയാണ്. ഭരണപക്ഷത്തിനെതിരെ സ്വർണ്ണക്കൊള്ള വലിയ ആയുധമാക്കുന്ന കോൺഗ്രസിനെതിരെ ഇപ്പോൾ അത് ആയുധമാക്കുകയാണ് പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.